സ്തുതിക്കുക, 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 സ്തുതിക്കുക. Let us break the limit and praise him. Let us break the limit and praise him. അതിരുകൾ ഉടച്ചെറിഞ്ഞ് നമുക്ക് ഉന്നതനെ സ്തുതിക്കാം, സ്തുതിക്കാം. പ്രിയമുള്ളവരെ, അവൻ വന്നിട്ടുണ്ട് നിന്നെ മാറോട് ചേർക്കുവാൻ, നിന്നെ ഉള്ളോട് ചേർക്കുവാൻ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ. നന്ദി യേശുവേ, അങ്ങയുടെ സമ്പൂർണ്ണ രാജരീക സാന്നിധ്യത്തിനായി നന്ദി. ഞാനൊരു പൊട്ടൻ, ഞാനൊരു ഊമൻ, ഞാൻ വാക്ക് സാമർഥ്യമില്ലാത്തവൻ, ഞാൻ ഭോഷൻ. അങ്ങയുടെ മക്കൾക്ക് വേണ്ട ഭോഷണം, ആഹാരം, തേൻ കട്ട എന്റെ നാവിൽ ഇട്ടു തരണമേ. അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. കരം നീട്ടി സർവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം. ഐസയ 41 10 വചനം. ഐസയ ദീർഘദർശനം 41 അധികാരം 10 വചനം. ഐസയ പ്രവചനം 41 10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പോരാ, நீ பயப்படாதே. தேவன் சொல்லுகிறார், நான் உன்னோடு கூட இருக்கிறேன். Fear not. God says, I am with you. I am with you. ജാതി നോക്കി ഇരിക്കുന്നവൻ മനുഷ്യൻ, തോലിൻ്റെ കളർ നോക്കി ഇരിക്കുന്നവൻ മനുഷ്യൻ, ഉന്നതനോ ദാരിദ്ര്യവാസിയോ എന്ന് തൻ്റെ തുലാസെടുത്ത് അളന്ന് അടുത്തിരിക്കുന്നവൻ മനുഷ്യൻ, പ്രതിപക്ഷമോ ഭരിക്കുന്ന പക്ഷമോ എന്ന് തിട്ടപ്പെടുത്തി നിന്റെ അടുത്ത് വന്നിരിക്കുന്നവൻ മനുഷ്യൻ. കർത്താവ് അരുളി ചെയ്യുന്ന, ഇനി ഏത് ജാതിയോ ഏത് പരദേശിയോ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഐ ആം വിത്ത് യു. അതാണ് യേശു ജനിച്ച അന്ന് ദൂതന്മാർ അറിയിച്ചതും. നിങ്ങൾ ഭയപ്പെടേണ്ട. 400 ആണ്ടുകൾ കവി തകർത്ത ഇരുളിൻ്റെ ഭയം ഇന്നോട് മാറുന്നു. ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു. എന്തുകൊണ്ട് ഭയത്തിന്മേൽ ഇങ്ങനെ ഭയം? യോഹന്നാൻ ലേഖനത്തിൽ 1 യോഹന്നാൻ 4:18 വചനത്തിൽ മരുന്ന് പോലെ, ഔഷധം പോലെ ഒരു ഭയങ്കര വചനമുണ്ട്. ഭയത്തിൽ വിസനമുണ്ട്. ആമേൻ, ആമേൻ. There is torment in fear. ഭയത്തിൽ വിസനമുണ്ട്. ആരും ആഗ്രഹിക്കാത്ത വിസനം ഭയത്തിലുണ്ട്. 2000 ആണ്ടുകൾക്ക് മുമ്പ് നഗ്നനായി അവൻ്റെ മേലങ്കിയുടെ അറ്റം തൊട്ടവർക്ക് സവിക്കാം. അത്ര ഭയങ്കരൻ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി നഗ്നനായി ക്രൂസിൽ കിടന്നപ്പോൾ അവനെക്കുറിച്ച് പ്രവാചകൻ ഐസയ എഴുതുന്നു, He was a man of sorrow. ഐസയ 53:3. അവൻ നമ്മുടെ എല്ലാവരുടെയും വിസനപാത്രമായി, നാം എല്ലാവരുടെയും യുഗായുഗമായി ജനിച്ചു മരിച്ച സർവ്വ ആളുകളുടെയും, ഏത് ജാതിയോ ഏത് മതമോ ഏത് വർണ്ണമോ ഏത് ഭാഷയോ, സർവ്വ ആളുകളുടെയും വിസനപാത്രമായി യേശു. He became a man of sorrow. ഭയത്തിൽ വിസനമുണ്ട്. ഐസയ 53
3, 4, 5, 6 വചനങ്ങളിൽ വേദന എന്നുള്ള വിഷനം, വ്യാധി എന്നുള്ള വിഷനം, ശിക്ഷ എന്നുള്ള വിഷനം, അക്രമം എന്നുള്ള വിഷനം, അതിക്രമം എന്നുള്ള വിഷനം, ഇതിൽ നിന്നെല്ലാം മോചനം തരുവാൻ വന്നവൻ്റെ പേരാണ് യേശു ക്രിസ്തു. മടമാറ്റാൻ വന്നവനല്ല. മനുഷ്യ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ വിഷനത്തിൽ നിന്നെ മോചിക്കുവാൻ, നിന്റെ അക്രമത്തിൽ നിന്ന് മോചിക്കുവാൻ, നിന്റെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ, നിന്റെ അതിക്രമത്തിൽ നിന്ന് മോചിക്കുവാൻ, നീ ഏൽക്കേണ്ട ശിക്ഷയിൽ നിന്ന് നിന്നെ മോചിക്കുവാൻ വന്ന് പാപം ഇല്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ. ആമേൻ, ഹല്ലേലൂയ. അവൻ വിഷനപാത്രമായി. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഭയങ്കര വിഷനം, നിത്യ വിഷനം ഒന്ന് മനുഷ്യന് കൊണ്ട് ജീവിക്കുന്ന കാലത്ത് തൻ്റെ രക്ഷിതാവിനെ അറിയാതെ, അറിഞ്ഞും ധിക്കരിച്ച് പരിഹസിച്ച് മണ്ണോട് മണ്ണായി പോകുന്നവന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവന് നിത്യ ശിക്ഷ, നിത്യ നാശം, നിത്യ ദണ്ഡനം, നിത്യ നിന്ദ. സങ്കീർത്തനം 21:15, 1 ദശമൂലം 4:16, ദാനിയേൽ പ്രവചനം 12:2, യോഹന്നാൻ സുവിശേഷം 5:29. നിത്യ ദണ്ഡനം, നിത്യ ശിക്ഷ, നിത്യ ലജ്ജ, നിത്യ നാശം എന്നുള്ള വിഷനത്തിൽ നിന്ന് എന്നേക്ക് മോചനം നൽകുവാൻ വന്ന വിഷനപാത്രം യേശു. അവൻ്റെ പേരാണ് യേശു. ഭയത്തിൽ വിഷനം ഉണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വചനത്തിൽ, ആ വചനം ഞാൻ ചുംബിച്ച് ഒരു 10-50 പ്രാവശ്യം വായിച്ചു. അത്ര മനോഹരമായ വചനം. കേട്ടുകൊള്ളുക. എബ്രായർ 4:1, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ ക്രിസ്തു മുഖാന്തരം നിനക്ക് ലഭ്യമാകുന്ന സ്വർഗം നിനക്ക് ഉള്ളതിനാൽ നിങ്ങളിൽ ആർക്കെങ്കിലും, നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറയ്ക്കോ നിങ്ങളുടെ ദേശക്കാർക്കോ നിങ്ങളുടെ ജാതിക്കാർക്കോ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കോ നിങ്ങളുടെ കുടുംബത്തിൽ സമൂഹത്തിൽ ഉള്ള ആളുകൾക്കോ ഈ സ്വർഗം, ഈ നിത്യ രക്ഷ, നിത്യ മാനം നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരുപ്പാൻ നാം ഭയപ്പെടുക. ആമേൻ. Let us fear. I should not miss my heaven. Let us fear. I should not lose my heaven. Let us tremble. I should not miss Jesus Christ. ഒരു ചിറങ്ങ് മാറുന്നതല്ല, ഒരു ചിട്ടി കിട്ടുന്നതല്ല, ഒരു ആൺകുട്ടി പ്രസവിക്കുന്നതല്ല, കണ്ടവനോട് മതിൽ ചാടുന്നതല്ല. അതെല്ലാം ഇവിടെ തീരും. ഇതൊക്കെ ദൈവം തരുന്ന നന്മകൾ, ദൈവം തരുന്ന ഉപകാരം. ഇറ്റ് ഈസ് നോട്ട് യുവർ ലൈഫ്. നമ്മുടെ പ്രാണൻ നശിച്ചു പോകരുത്. നമ്മുടെ പ്രാണനാഥൻ നമ്മെ നോക്കി ദുഃഖിക്കരുത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നാം കളങ്കമില്ലാത്തവരായിരിക്കണം. Can your minister കഴിയുമോ? അതാണ് വിജയം. നാം ദൈവസന്നിധിയിൽ അവൻ്റെ സിംഹാസനത്തിൽ അനേക രാജമുടികൾ ധരിച്ചിരിക്കുന്ന അഗ്നി കണ്ണുകളുടെ ഉടമസ്ഥനായ യേശുവിൻ്റെ പാദത്തിൽ പോയി നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നമ്മ ഊടുരുവും.
നമ്മുടെ ഉള്ളിന് അത് ഊടുരുവും. അപ്പോൾ കളങ്കമില്ലാത്തവരായിരിക്കണം. ആമേൻ, ആമേൻ. അതിന് ഭയപ്പെടുക. We should not miss Jesus Christ. We should not miss eternal life. We should not miss everlasting rest. അത് നഷ്ടമായി നമുക്കോ നമ്മുടെ ആളുകൾക്കോ അത് നഷ്ടപ്പെട്ട് എന്ന് വരാതിരുപ്പാൻ നാം ഭയപ്പെടുക. ആമേൻ. ഒരു ഭാഗത്തിൽ ഭയപ്പെടേണ്ട, മറുഭാഗത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു നീ ഭയപ്പെടുക എന്ന്. അതാണ് നമ്മുടെ ചിന്താ വിഷയം. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെട്ടാൽ ഭയപ്പെടുവാൻ പാടില്ലാത്ത ഒന്നിനും നീ ഭയപ്പെടേണ്ട. ആമേൻ. വാ തുറക്കുന്നില്ലല്ലോ. രാജാതി രാജാവിന് ദൈവ പൈതലേ, നീ ഭയപ്പെട്ടാൽ ഭയപ്പെടുവാൻ പാടില്ലാത്ത ഒന്നിനും നീ ഭയപ്പെടേണ്ട ആവശ്യമേ വരികയില്ല. ആമേൻ, ഹല്ലേലൂയ. ആരെ ഭയപ്പെടരുത്? ഒന്ന്, ഭയപ്പെടേണ്ട, മറുഭാഗത്തിൽ ഭയപ്പെടുക. ആരെ ഭയപ്പെടരുത്? നമ്പർ 1, നിന്റെ ഭാവിയെ കുറിച്ച് നീ ഒട്ടും ഭയപ്പെടരുത്. ആമേൻ. അപ്പനില്ലാതെ വളർന്നവൻ, ഉടുത്ത തുണി മാറി ഉടുപ്പാൻ വേറൊരു തുണിയില്ലാതെ വളർന്നവൻ, എവിടെ നിന്ന് വിശപ്പിനായി കതറി നിലവിളിച്ചുവോ അതാത് സ്ഥലത്തിലെല്ലാം ദൈവം എന്നെ കൊണ്ടുപോയി വൻ ക്രൂസേഡുകൾ നടത്തി എന്ന ദൈവം എന്നെ മാനിച്ചു. ഈ ദൈവമാണ് നിനക്കുമുള്ളത്. കിളവി കടയല്ല നീ കേൾക്കുന്നത്, കിളവി കടയല്ല കേൾക്കുന്നത്. മൈ ഗോഡ് ഈസ് റിയൽ. ഭാവിയെ കുറിച്ച് നീ ഭയപ്പെടരുത്. സതിസഭയ്ക്ക് 27:1 never boast on tomorrow. ഉയരത്തിൽ നിന്ന് 6 ലക്ഷം പുരുഷന്മാരടങ്ങുന്ന മനോഹരമായ വലിയ സമൂഹമാം ഇസ്രായേൽ ജനത്തിന് പ്രഭാതം വെയിൽ മൂക്കുമ്പോൾ, വെയിൽ മൂക്കും മുമ്പ്, വെയിലിന്റെ ചൂട് മൂക്കും മുമ്പ് പ്രഭാതം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഉറഞ്ഞ മഞ്ഞുപോലെ വെയിലിൽ ഉരുകിപ്പോകുന്ന മന്ന. Israel people, the Bible says, they collected and asked each other, what is this? പെറുക്കിട്ട് തമ്മിൽ അത്ഭുതപ്പെട്ട് ചോദിക്കും, ഇത് എന്ത്, ഇത് എന്ത്? അതിൻ്റെ എബ്രായ ഭാഷയാണ് മന്ന. മന്ന, ഉറഞ്ഞ മഞ്ഞ് പോലെ വെയിലടിക്കുമ്പോൾ ഉരുകിപ്പോകുന്ന മന്ന. ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ദൈവം നൽകി. പുറപ്പാട് 16:9 യു കളക്ട് ഓൺലി ഇറ്റ് ഫോർ ടുഡേ, നോട്ട് ഫോർ ടുമാറോ. നീ പെറുക്കെടുക്കുന്ന മന്ന അത് ഇന്നത്തേക്ക് മാത്രം, നാളേക്ക് വേണ്ടി വലിയ പിടിച്ച് പിറക്കി അടുക്കി കളയരുതേ. കാരണം നാളെയും ഞാൻ തന്നെയാണ് നിന്റെ ദൈവം. ആമേൻ. ഭർത്താവ് ഇല്ല, പണമില്ല, കിടപ്പിടമില്ല, ബന്ധുക്കളില്ല, പെൺകുട്ടികളാണ്, മക്കൾ ഒന്നും ആയിട്ടില്ല, അടുത്ത നേരത്തേക്കൊരാഹാരമില്ല, ജീവിതം, കുടുംബ ജീവിതം ചൂട് നേരത്ത് മണ്ണ് പിളർന്നതുപോൽ പിളർന്നു നിൽക്കുന്ന ആശങ്കയോട് ഞാൻ നാളെ എന്ത് ചെയ്യും? ഇന്ന് മരിച്ചു പോകുന്ന ദൈവമല്ല ഈ ദൈവം, നാളേക്കും ഇവൻ തന്നെയാണ് ദൈവം. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. മത്തായി സുവിശേഷം 6:11 give us today our daily bread, not tomorrow's bread. അന്നുള്ള ആഹാരം, ഇന്നുള്ള ആഹാരം എനിക്ക് ഇന്ന് തരണമേ. നാളെ ഇന്നുള്ള ആഹാരം നീ എനിക്ക് ഇന്ന് തന്നാൽ നാളെ നീ നിശ്ചയമായി തരും.
ആമേൻ. ഇന്നുള്ള ആഹാരം, അന്നുള്ള ആഹാരം. ഇന്ന് വേണ്ടത് പെറുക്കിക്കൊള്ളുക. നാളേക്ക് വേണ്ടത് ഇന്ന് പെറുക്കിയാൽ കിർമിച്ച് നാറും. നമ്മുടെ കാലഘടികൾ തമ്പുരാൻ ക്രിസ്തുവിൻ്റെ കയ്യിൽ. മറക്കല്ലേ, മറക്കല്ലേ. സംശയം എന്തെങ്കിലും ഉണ്ടോ? സംശയമുണ്ടെങ്കിൽ അത് ഇന്ന് കളയണം. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.